ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പൂരത്തിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം തൊട്ട് നമ്മൾ കാമദേവനെ ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ മണ്ണൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് ഈ മണ്ണൊക്കെ നമ്മൾ കളിയിൽ നിന്നൊക്കെ വാരിക്കൊണ്ടുവന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ നമ്മൾ പൊറുക്കി നല്ല നൈസായിട്ടുള്ള മണ്ണാക്കിയിട്ട് നമ്മളിതാ കുറച്ച് വെള്ളം എടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ദിവസം 3 കാമദേവനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള മണ്ണാണ് കേട്ടോ ഞാനിപ്പം കുഴച്ചെടുക്കുന്നത്. ഞാൻ മണ്ണ് കൊണ്ടാണ് കാമദേവനെ പണ്ടേ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ചാണകത്തിൽ ചെയ്യുന്നതും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചാണകം കൊണ്ടുള്ള കാമനും മണ്ണ് കൊണ്ടുള്ള കാമനും ഒരുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുഴച്ച മണ്ണിന് ഇത്തിരി ലൂസായിപ്പോയതുകൊണ്ട് ഞാനിത് ഒന്നത് ടൈറ്റ് ആക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ചും കൂടെ മണ്ണ് ഇതുപോലെ എടുത്ത് ഇടുന്നുണ്ട്. നമുക്ക് ധരിക്കാനുള്ള അരിപ്പയൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ എല്ലാ ടൈപ്പ് മണ്ണുകളും യൂസ് ചെയ്യാറുണ്ട്. കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന നൂറം മണ്ണ് അങ്ങനെയൊക്കെ പേരുള്ള മണ്ണുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ചിലയിടങ്ങളിൽ 7 ദിവസം ഇതുപോലെ പൂക്കൾ മാത്രം ഇട്ടുകൊണ്ട് ആഘോഷിക്കാറുണ്ട്. അല്ലാതെ ഇതുപോലെ നമ്മുടെ പൂക്കളും കാമദേവനെയും ഒക്കെ ഉണ്ടാക്കിയിട്ടും ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരോ നാട്ടിലെ പിന്നെ നമുക്ക് കാമദേവനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ചില വീടുകളിൽ പൂക്കൾ മാത്രമായിട്ട് ഒതുങ്ങി പോവാറുണ്ട്. നമ്മൾ അന്നെല്ലാം കൊറേ പറിച്ചിട്ട് പോയില്ല. വലിയ കൊക്കാണ് വരും. കയ്യാണ് ഇത്ര വലിയ കയ്യ മന്ദം കൈ പോലെ മറ്റേ ചെറുത് പോലത്തെ അതിന്റെ താക്കിയാൽ ഇങ്ങനെ പൊട്ടിക്കൂലേ? കുറച്ച് ദൂരത്തുനിന്നുള്ള വീടെടുക്കാൻ കാണാം. അസാളപ്പ ഏട്ടൻ അറിയാണ്ടായി പോയതല്ലേ. ഏട്ടൻ്റെ കാലിനെന്തോ പറ്റിയിട്ടാണ്. പറ്റിപ്പോയാ ഒരു മണിക്കൂർ കൊടുത്തു. നമ്മളെ കാമനില്ലേ, ഈ കാമൻ റെഡിയായി നിന്ന് ചട്ടിയും പുരികവും നെറ്റിപ്പട്ടവും കയ്യും എല്ലാം വെച്ച് കാമദേവൻ റെഡിയായില്ല ധൻഷു. ഇനിയിപ്പം നമ്മൾ കമ്മലാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ കാമദേവനെ അല്ലേ. എന്നിട്ട് നമ്മള് ചെക്കി പൂവാണ് നമ്മൾ എടുത്തേക്കുന്നത്. ധൻഷു ആണ് കേട്ടോ പൂ പറിച്ചോണ്ടിരുന്നേ. പൂ പറിക്ക്. ഇനി നമുക്ക് ഇന്നത്തെ പൂരിടാനുള്ള എല്ലാ പൂക്കളും ശേഖരിക്കാം കേട്ടോ. പൊതുവേ നമ്മൾ എല്ലാ ടൈപ്പിലുള്ള പൂക്കളും പൂരം ഇടാനായിട്ട് എടുക്കുന്നില്ലെങ്കിലും ഇപ്പോൾ പൂക്കളുടെയൊക്കെ ലഭ്യതക്കുറവ് കാരണം നമ്മളെ വീട്ടുമുറ്റത്തുള്ള പൂക്കളൊക്കെ ശേഖരിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന് വെളിയിലുണ്ടാകുന്ന പൂക്കളുണ്ടാവുമല്ലോ, അതായത് ചെമ്പകപ്പൂ, മുരിക്കിൻ്റെ പൂ, നമ്മുടെ ജടപ്പൂ, അതുപോലെ പാലപ്പൂ. ഇന്നത്തെ കാലത്ത് നമ്മുടെ പാലപ്പൂ ഒന്നും അധികം എവിടെയും കാണാനില്ല അല്ലേ. പക്ഷെ നമ്മളിതാ ഇപ്പം വീട്ടിൻ്റെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പറിച്ച് ഇന്ന് പൂരം ഒരുക്കാനാണ് പോകുന്നത്.
ഞാനിവിടുന്ന് പൂക്കൾ പറിക്കുന്ന സമയത്ത് തന്നെ അമ്മമ്മയും കൂടെ പൂവ് അപ്പുറത്തുനിന്ന് പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് കാമദേവനൊക്കെ കുട കുത്തണം. തലയിൽ നമുക്ക് വെക്കാനുള്ള കുടയാണ് കേട്ടോ. അത് ഞാനിത് ഒരു ഈർക്കിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിങ്ങനെ ഓരോന്നായിട്ട് കുത്തിയെടുക്കുക. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വെച്ചാൽ കോളാമ്പി പൂവാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തത് ചെമ്പകപ്പൂവാണ് കേട്ടോ. ഇപ്പോഴും ചെമ്പകപ്പൂവ് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പം ചെമ്പകം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ കോളാമ്പിയാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിങ്ങനെ നമ്മുടെ പൂരത്തിൻ്റെയും കാമദേവൻ്റെയും അടയും ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണിത്, ഇതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വിവരണം ഞാൻ ലാസ്റ്റത്തെ ദിവസം, അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് 7ാമത്തെ ദിവസമാണ് നമ്മളൊക്കെ പൂരം ലാസ്റ്റത്തെ ദിവസത്തിൽ നിൽക്കുന്നത്. അന്നത്തെ വീഡിയോയിൽ ഞാനിതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ കുടയൊക്കെ കുത്തി പൂക്കളൊക്കെ പറിച്ചു. നമ്മൾ പൂവിടാനുള്ള എല്ലാ ഇതും റെഡിയാക്കി. നമ്മളെ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്, വള്ളിച്ചപ്പിൽ ഭസ്മം എടുത്തിട്ടുണ്ട്. അതുപോലെ ചിരട്ടയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കനലാണ് കേട്ടോ. അങ്ങനെ പൂവൊക്കെ റെഡിയാക്കി വെച്ച് നമ്മളിതാ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പൂവിടാണ് കേട്ടോ. തൻഷുവിന് നല്ല ഹാപ്പി ആയിട്ടുണ്ട്, കാരണം അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കുട്ടികളൊക്കെ വെച്ച് നമ്മൾ പൂവിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 വട്ടം ഇതുപോലെ വെള്ളത്തിൽ കുത്തിയെടുത്ത പൂവ് ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷം കാമദേവൻ്റെ മുന്നിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 7 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ പൂരം ആഘോഷിക്കുക. 3 ദിവസം നമ്മൾ കിണറിൻ്റെ പടയിൽ വെറുതെ പൂക്കൾ ഇതുപോലെ ഇട്ട് കൊടുക്കും. 4ാമത്തെ ദിവസം തൊട്ട് നമ്മൾ കാമദേവനെ ഉണ്ടാക്കി ഇതുപോലെ പൂക്കൾ ഇട്ട് കൊടുക്കും കേട്ടോ. 3 ദിവസത്തെ പൂവ് നമ്മൾ കിണറിൻ്റെ പടയിലാണെങ്കിൽ 4ാമത്തെ ദിവസം കാമനെ ഉണ്ടാക്കുന്നത് തൊട്ട് നമ്മൾ മുറ്റത്തേക്കാണ് കേട്ടോ പൂക്കൾ ഇടുക. പിന്നെ നമ്മളെ ലാസ്റ്റ് നമ്മുടെ സിറ്റ് ഔട്ടിൽ കയറുന്ന വിധത്തിലാണ് ലാസ്റ്റത്തെ പൂരത്തിന് നമ്മൾ സിറ്റ് ഔട്ടിലാണ് കേട്ടോ വലിയ കാമനെ ഉണ്ടാക്കി വെക്കുക. ഇനി എന്താ കാമനെ കുട കുത്താണ്. അത് ഇതുപോലെ വെള്ളത്തിൽ കുത്തി 3 വട്ടം ചുറ്റിച്ചതിന് ശേഷം കാമദേവൻ്റെ തലയിലേക്കായിട്ട് കുത്തിക്കൊടുക്കുകയാണ് കേട്ടോ. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതുപോലെ പൂരം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ഒരുപാട് വരാറുണ്ട്. അവരൊക്കെ കൂടിയാണ് നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിലെ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ അടുത്ത ആളെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് പേരുമായിട്ടാണ് നമ്മൾ പൂരം ആഘോഷിച്ചത്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി എന്താ പറയുക, ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ കാമന ഉണ്ടാക്കുന്നത് കാണാറില്ല, ജസ്റ്റ് പൂക്കൾ മാത്രം ഇട്ട്. സമയത്തിൻ്റെയൊക്കെ ലഭ്യതക്കുറവ് കാരണം കേട്ടോ. പൂരം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചടങ്ങാണ് ഇതുപോലെ വെള്ളം കൊടുക്കുക എന്നാണ് നമ്മൾ ഈ ഒരു ചടങ്ങിന് പറയുക. ഫസ്റ്റിൽ ഒരു പൂവെടുത്ത് കിണ്ടിയിലെ വെള്ളം ജസ്റ്റ് ഒന്ന് തെറിപ്പിച്ച് കൊടുക്കും. പിന്നെ ചിരട്ട ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഭസ്മം ഇതുപോലെ പൂക്കൾ വെച്ച് ഒന്ന് തെറിപ്പിച്ച് കൊടുക്കും. അതിന് ശേഷം എല്ലാവരും ആ ഒരു ഭസ്മം വെച്ച് കൂറി തൊടും കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും ചാണകത്തിൻ്റെ കാമനും അതുപോലെ മണ്ണിൻ്റെ കാമനും ഉണ്ടാക്കാറുണ്ട്. അത് നമുക്ക് ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ചാണകം കൊണ്ടുള്ള കാമനായാലും മണ്ണ് കൊണ്ടുള്ള കാമനായാലും ഒരുപോലെ എല്ലായിടത്തും ഉണ്ടാക്കി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റത്തെ ദിവസം പൂരം ആഘോഷിക്കുമ്പം ഇതിൽ നിന്നൊക്കെ കുറച്ച് വലിയ സൈസിൽ കുറച്ച് നല്ല ഭംഗിയിലുള്ള കാമദേവനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ലാസ്റ്റത്തെ, അതായത് പൂരം എൻഡ് ചെയ്യുന്ന ദിവസത്തെ കേട്ടോ. അന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ. പൂരം ആഘോഷിക്കുന്ന രീതി കുറച്ചും കൂടെ ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ഫൈനൽ ഡേയിൽ. അവിടുത്തെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട പൂവ്, അതായത് കിണറിൻ്റെ പടയിൽ 3 ദിവസം നമ്മൾ പൂവിട്ടു എന്ന് പറഞ്ഞല്ലോ, അതിനും കൂടി നമ്മൾ വെള്ളം കൊടുക്കണം എന്നുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. അതുപോലെ നമ്മൾ അവിടെ എന്താണോ ചെയ്തത് അതുപോലെ ഈ കിണ്ടിയും അതുപോലെ നമ്മുടെ ചിരട്ടയും നമ്മുടെ ഭസ്മവും എടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അവിടെ ചെയ്തതൊക്കെ ചെയ്യുകയാണേ. അതിനുശേഷം ഒന്ന് തൊട്ടലിൽ വെച്ചിട്ട് ഇത് വെള്ളം ഒന്ന് 3 വട്ടം ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ലാസ്റ്റത്തെ ചടങ്ങ് നമ്മൾ കാമന അയക്കുന്ന ഒരു ചടങ്ങുണ്ട്. ലാസ്റ്റത്തെ ദിവസം നമ്മൾ കാമദേവന ഏതെങ്കിലും ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ നമ്മൾ ഇതുപോലെ അയക്കും. അപ്പോൾ അന്ന് നമുക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ആ ചിരട്ടയും ഭസ്മവും തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ചിരട്ട കനലിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഇലയിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി വെക്കും കേട്ടോ ഭസ്മത്തിൽ. അതാണ് ഫൈനൽ ചടങ്ങ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതായത് കാമദേവനെ ഉണ്ടാക്കി നമ്മൾ പൂക്കളിലൊക്കെ എന്തെങ്കിലും എന്താ പറയുക കുറേയധികം പൂക്കൾ കിട്ടുമെങ്കിൽ നമ്മൾ അതും കൂടെ നാളത്തെ ഇതിൽ ഉൾപ്പെടുത്തും. കാമന് കണ്ണ് വെക്കാനായിട്ട് എടുത്തേക്കുന്നത് കുന്നിക്കുരുവാണ്. റെഡും ബ്ലാക്കിലും കളർ വരുന്നതാണ് കേട്ടോ. ഇതെനിക്ക് തന്നത് പാറക്കുട്ടിയാണ്, നമ്മുടെ ധൻഷുവിൻ്റെ ഫ്രണ്ടാണ്. ഇനി നമ്മൾ വൈകുന്നേരം അടുത്ത ചടങ്ങുണ്ട്. അതായത് നമുക്ക് കാവിൽ നിന്ന് എഴുന്നള്ളിച്ച് വരും പൂരത്തിനൊക്കെ കേട്ടോ. അപ്പോൾ അതാ മഴയുടെ ഒരു കോള് കണ്ടപ്പോൾ അമ്മ ഭദ്രമായിട്ട് കാമദേവനെയൊക്കെ സേഫാക്കി വെച്ചിട്ടുണ്ട്, പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എഴുന്നള്ളിച്ച് വരുന്ന തമ്പുരാട്ടി അമ്മ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലെത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇതാ നമ്മുടെ വീട്ടിലും അടുത്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ വിളക്കും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതുപോലെ അരി തളികയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വന്ന് കയറുമ്പം തന്നെ അരി എറിയണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തമ്പുരാട്ടി അമ്മ വരികയാണ്. അപ്പോൾ ഇതാണ്